നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ പോണത് നമ്മൾ ഈ അവിഹിതം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന അവിടത്ത് ഇന്നല്ലെങ്കിൽ നാളെ ഒരു ക്രൈം നടന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിഹിതത്തിന് പോകാണ്ടിരിക്കുക. അവിഹിതത്തിൽ കൂടെ ഒരു വലിയൊരു ക്രൈം നടന്ന ഒരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത്. നമുക്ക് ഈ കഥയിലേക്ക് കിടക്കാം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാഘവേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സ്ട്രീറ്റ് ഉണ്ട്. ആ സ്ട്രീറ്റിലുള്ളവർക്ക് എല്ലാവർക്കും വേണ്ടപ്പെട്ട വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ 50 വയസ്സായതിൻ്റെ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു. 2 കുട്ടികളുണ്ടായിരുന്നു, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും. ആ ആൺകുട്ടിയും പെൺകുട്ടിയും നല്ല രീതിയിൽ കല്യാണം കഴിച്ചു കൊടുത്തു. പിന്നെ അയാളൊരു അപ്പാർട്ട്മെൻറ്റിലാണ് താമസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെയാണ് അയാളുടെ പെങ്ങൾ താമസിക്കുന്നുണ്ട്. മുകളിൽ അദ്ദേഹം ഒറ്റയ്ക്ക്. അപ്പോൾ പിന്നെ എന്തുണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഒരു 3 റെൻ്റേ കാറുണ്ട്. അപ്പോൾ ആ 3 റെൻ്റേ കാർ കൊടുത്തിട്ട് അതിൻ്റെ കാശ് കൊണ്ടാണ് ആൾ ജീവിക്കുന്നത്. അത്യാവശ്യം നല്ല പൈസയുണ്ട്, നല്ലൊരു സാമ്പത്തിക ശേഷിയുള്ള നല്ലൊരു വ്യക്തിയാണ് ഈ രാഘവേട്ടൻ. അപ്പോൾ അദ്ദേഹം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആര് കാശ് കടം ചോദിച്ചാലും ആര് സഹായത്തിന് ചെന്നാലും എല്ലാവർക്കും ചെയ്തു കൊടുക്കും. അപ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ടൊരു വ്യക്തിയാണ്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം കാലത്ത് എന്നും രാത്രി ഇവിടെ റെൻ്റേ കാർ ഓടിയ ഡ്രൈവർ നേരത്തെ കാലത്ത് വന്നിട്ട് പൈസയും കൊടുക്കുക, താക്കോലും കൊടുക്കുക. പകലും എൻ്റെ വണ്ടി വേറെ വല്ലവരും എടുക്കുക. അപ്പോൾ ആ ഡ്രൈവർ വന്നു, ഈ അപ്പാർട്ട്മെൻറ്റിൽ വന്നു, ബെല്ലടിച്ചപ്പോൾ വാതിൽ തുറക്കുന്നില്ല. അപ്പോൾ കുറേ നേരം അടിച്ചിട്ടും വാതിൽ തുറക്കണ്ടായപ്പോൾ അടിയിൽ പെങ്ങളുണ്ട്. പെങ്ങളോട് എന്ന് പറഞ്ഞു, അദ്ദേഹം രാഘവേട്ടൻ വാതിൽ തുറക്കുന്നില്ല, എന്താണെന്ന് അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പെങ്ങൾ, അയ്യോ വയസ്സായ ആളാണ്, ഇപ്പോൾ അവരുടെ രോഗം വന്ന് കിടക്കുക, പറഞ്ഞാൽ അറ്റാക്ക് വന്ന് കിടക്കുകയാണെങ്കിൽ ഓടി ചെന്നു മുകളിലേക്ക്. ഒറ്റ സ്റ്റെപ്പ് തന്നെ. ഇതൊക്കെ റോഡ് സൈഡിലാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അങ്ങനെ മുകളിൽ ചെന്നിട്ട് 2 പേരും കൂടി തട്ടി. കുറേ തട്ടിയിട്ടും തുറക്കുന്നില്ല. അപ്പോഴേക്കും അടുത്തുള്ളവരൊക്കെ എല്ലാവരും വന്ന് എന്ത് പറ്റി എന്ന് അറിയാനായിട്ട്. അങ്ങനെ അവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റില്ല, ഭയങ്കര കട്ടിയുള്ള സാധനം. അപ്പോൾ പറഞ്ഞു, അനിയത്തി പറഞ്ഞു, പിന്നിൽ കൂടെ നമുക്ക് തുറക്കാം, പിന്നിൽ കുറച്ച് സ്ഥലത്ത് ഷീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ പിന്നീട് ഷീറ്റിൻ്റെ അവിടെ നോക്കിയപ്പോൾ വേണ്ടി ഷീറ്റിൻ്റെ ഒരു ഭാഗം പൊളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ഒരാൾ കടന്നിട്ട് ബെഡ്റൂമിലേക്ക് ചെന്ന് നോക്കിയപ്പോൾ കാഴ്ച എന്താണ്? ഭീകര കാഴ്ചയാണ് കാണുന്നത്. ഇദ്ദേഹത്തിൻ്റെ കഴുത്ത് പകുതി മുറിഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ശരീരത്തിൽ ഒരു 10-30 കുത്തുണ്ട്. ഇയാൾ കൊന്നിട്ടിരിക്കുക. ഇദ്ദേഹത്തിൻ്റെ കഴുത്തിൽ ചെയിനുണ്ട്, മോതിരമുണ്ട്, മൊബൈലുണ്ട്, പൈസയുണ്ട്. ഇതൊന്നും ഒക്കെ എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പോഴേക്കും അലമുറയിട്ട് എല്ലാവരും കരഞ്ഞു, പെങ്ങൾ കരഞ്ഞു തുടങ്ങി. അങ്ങനെ അപ്പോഴേക്കും ആൾക്കാർ പോലീസിൽ അറിയിച്ചു. പോലീസ് വന്നിട്ട് അന്വേഷണം വീട്ടിൽ നിന്നല്ല, എല്ലാ പോലീസുകാരും വന്ന വീട്ടിൽ നിന്ന് അന്വേഷണം തുടങ്ങുക. പെങ്ങളോട് ചോദ്യം ചെയ്തു, നാട്ടുകാരോട് ചോദ്യം ചെയ്തു, ഡ്രൈവർമാരോട് ചോദ്യം ചെയ്തു. ഇയാൾക്ക് കാണിച്ച ശത്രുക്കൾ ആരുമില്ല. ഇയാളെല്ലാവരും വേണ്ടപ്പെട്ടാണ് ഈ രാഘവേട്ടന് എല്ലാവർക്കും വലിയ ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഇയാൾക്ക് ശത്രുക്കളില്ല. ഇയാളെ ഇങ്ങനൊരു നമ്മുടെ ബിസിനസ് പരമായിട്ടാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഒരു ശത്രുതയില്ല. പോലീസുകാരെ ആകെ വട്ടം തിരിഞ്ഞു. പിന്നെ ആകെയുള്ള ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ സ്ട്രീറ്റിൽ 2-3 സ്ഥലത്തൊക്കെ CCTV ഉണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ മുമ്പിൽ തന്നെ ഒരു വലിയൊരു പഴക്കടയുണ്ട്, ജ്യൂസ് വെക്കുന്ന ഒരു കടയുണ്ട്. അവിടെ CCTV ഉണ്ട്. ആ CCTV പരിശോധിച്ചപ്പോൾ ഉണ്ട് ഒരു പയ്യൻ ഈ അപ്പാർട്ട്മെൻറ്റിലേക്ക് പോകണം. ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ സ്റ്റെയർകേസ് കയറി പോകുന്നവർ കാണിക്കുന്നുണ്ട്. ഇയാളുടെ റൂമിൻ്റെ അവിടെ വരുന്നതും റൂമിൽ കയറുന്നതും ഒന്നുമില്ല. സ്റ്റെയർകേസിൻ്റെ അവിടേക്ക് കയറി ആ അപ്പാർട്ട്മെൻറ്റിലേക്ക് കയറി പോണ ആൾക്കാരെ കാണാം. അപ്പോൾ ഈ പയ്യൻ കയറി പോകണം കണ്ടപ്പോൾ ഈ സമയം മറ്റുള്ളത് വെച്ച് നോക്കുമ്പോൾ ഈ പയ്യനെ സംശയമായി. അപ്പോൾ ചോദിച്ചു, ഈ പയ്യൻ ഏതാണെന്നുള്ള അന്വേഷണമായി. അപ്പോൾ ഇതിൻ്റെ ആ സ്ട്രീറ്റിൽ തന്നെയുള്ള ഒരു പയ്യനാണ്, ഒരു 17 വയസ്സായ വിഷ്ണു. അവൻ്റെ പേര് വിഷ്ണു എന്നാണ്. അപ്പോൾ അവൻ്റെ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുഷ്പ. അവൻ്റെ അച്ഛനില്ല. ചെറുപ്പത്തിലെ അവൻ്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഈ പല വീടുകളിലും പല പണികളൊക്കെ ചെയ്ത് ബുദ്ധിമുട്ടിയിട്ട് കഷ്ടപ്പെട്ടിട്ടാണ് ഈ വിഷ്ണുവിനെ വളർത്തുന്നത്. അപ്പോൾ അവൻ്റെ അമ്മയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല സുന്ദരിയാണ്. അപ്പോൾ പോലീസ് എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ പോലീസ് നോക്കിയപ്പോൾ ഇവൻ സ്റ്റെയർകേസ് കയറി പോകുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് സ്റ്റെയർകേസ് കയറി തന്നെ ഇറങ്ങി വരുമ്പോൾ അവൻ്റെ മുഖത്ത് ഭയങ്കര പരിഭ്രമമുണ്ട്. അപ്പോൾ ഇവൻ എന്തോ ഒരു ഇപ്പോൾ ഒളിക്കുന്ന പോലെ എന്തോ ഒരു സംശയം തോന്നി നേരിട്ട് പുഷ്പയുടെ വീട്ടിലേക്ക് പോവുക. പുഷ്പയുടെ വീട്ടിൽ പോയപ്പോൾ അവൻ വീട്ടിലുണ്ട്. ചോദിച്ചു, നീ ഇന്ന ദിവസം ഇന്ന സമയത്ത് ഫ്ലാറ്റിൽ പോയി രാഘവേൻ്റെ റൂമിലേക്ക് പോയി രാഘവേണ്ണെ നീ കൊന്നോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞില്ല എന്ന് പറഞ്ഞു. ലാസ്റ്റ് പോലീസിൻ്റെ ആ തെളിവുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുത്തു. പല CCTV ദൃശ്യങ്ങളും ഉണ്ട്. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാനാണ് കൊന്നത് എന്ന് പറഞ്ഞിട്ട് ഇവൻ മാല, മൊബൈൽ, മോതിരം, പൈസ എല്ലാം കൊണ്ടുവന്ന് പോലീസിന് കൊടുത്തു. ഞാനാണ് കൊന്നത്. അപ്പോൾ എന്താ കാരണം? അദ്ദേഹം ഇതെല്ലാം ഇട്ട് നടക്കണം. അദ്ദേഹം ഇട്ട് നടക്കുമ്പോൾ എനിക്കിതൊന്നുമില്ല. എനിക്ക് അമ്മയ്ക്ക് എന്നും കഷ്ടകാലമാണ്. 10 വയസ്സില്ല.
എനിക്ക് നല്ല പൈസ ഉണ്ടാകണമെന്ന് തോന്നി, അയാളെ കൊല്ലാൻ തോന്നി, അയാളെ കൊന്നു. അതൊക്കെ എടുത്ത് ഞാൻ പോന്നു. ഞാൻ പിടിക്കപ്പെടില്ല എന്ന് വിചാരിച്ച് പിടിക്കപ്പെട്ടു. അതുകൊണ്ട് ഞാൻ എൻ്റെ സറണ്ടറായി എന്ന് പറഞ്ഞിട്ട് 17 വയസ്സുകാരൻ. പോലീസുകാർക്ക് ഇതിലെന്തോ ഒരു പന്തികേട് തോന്നി. പോലീസുകാർ പറഞ്ഞു, ഈ ചെയിനും വേണ്ടി, ഈ മോതിരത്തിനും വേണ്ടി ഇത്രയും ഭീകരമായിട്ട് ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ ഞങ്ങൾ മണ്ടന്മാരല്ല. നീ യഥാർത്ഥ കഥ പറയും മോനെ വിഷ്ണു, നീ യഥാർത്ഥ കഥ പറയും, എന്താ ഉണ്ടായെന്നുള്ള ശരിക്കുള്ള കഥ നീ പറയും, എന്നാലേ ഞങ്ങളത് വിശ്വസിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവന് മനസ്സിലായി. പിന്നെ നിൽക്കകളില്ല. പോലീസിൻ്റെ മുറയിൽ ചോദ്യം തുടങ്ങി. അപ്പോൾ അവൻ പറഞ്ഞ കഥ കേട്ട് പോലീസുകാരൊക്കെ ഞെട്ടിപ്പോയി. അത് കേട്ടവർ ഞെട്ടിപ്പോയി. 17 വയസ്സുള്ള ആ പയ്യൻ പറഞ്ഞ കഥ കേട്ടിട്ട്. ആ പയ്യൻ പറഞ്ഞ കഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിഷ്ണുവിൻ്റെ അമ്മയായിട്ട് ഈ രാഘവേട്ടന് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു. രാഘവൻ്റെ ഭാര്യ ചെറുപ്പത്തിൽ മരിച്ചു പോയതാണ്. അപ്പോൾ ഇവളെ കണ്ട് ഇവർ 2 പേർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ട് പല പ്രാവശ്യം രാഘവേൻ്റെ ഫ്ലാറ്റിൽ വന്നിട്ട് രാഘവേട്ട ഇവളെ പരിപാടി ചെയ്തിട്ടുണ്ട്. അവളുടെ വീട്ടിൽ പോയിട്ടും പരിപാടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവർ നല്ല ബന്ധമാണ്. പക്ഷെ ആ ബന്ധം പ്രശ്നമായത് എവിടെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, രാഘവേട്ടൻ്റെ ബന്ധപ്പെടൽ എന്ന് പറഞ്ഞാൽ വളരെ മൃഗീയമായിട്ടാണ്. അദ്ദേഹം പ്രായമായ ആളാണ്. അപ്പോൾ അതുകൊണ്ട് അത് മറയ്ക്കാനായിട്ട്, അത് കവർ ചെയ്ത് കടക്കാൻ വേണ്ടിയിട്ട് അയാൾ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല സ്പ്രേകളും വയാഗ്ര പോലുള്ള ഗുളികളൊക്കെ കഴിച്ചിട്ട് മൃഗീയമായിട്ടാണ് ലൈംഗിക ബന്ധത്തിൽ പെണ്ണിനെ ചെയ്യുന്നത്. ഇയാൾ ആദ്യമൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഇയാൾ പല രീതിയിലും പല പോസിലും ഈ പെണ്ണിനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ ഒരു പെണ്ണായാലും 1-2 പ്രാവശ്യമൊക്കെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കൊരു സന്തോഷമാണ്. പിന്നെ നിരന്തരം തന്നെ കുത്തിക്കൊണ്ടിരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് സമാധാനം കിട്ടും, അവർക്ക് വിഷമം കിട്ടും, അവർക്ക് അത് വലിയൊരു ഇറിറ്റേഷനാണ് ഏത് പെണ്ണുങ്ങൾക്കായാലും. ഈ കാമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാമം അടങ്ങി കഴിഞ്ഞാൽ പിന്നെ രണ്ടാമതും ഇങ്ങനെയുള്ള ഗുളികളും മരുന്നുകളും വെച്ചിട്ട് ഇങ്ങനെ കുത്താന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് അത് സുഖമുള്ള കാര്യമില്ല. പെണ്ണുങ്ങൾ ഭയങ്കര ഇറിറ്റേഷനാണ്. പിന്നെ ആ പെണ്ണുങ്ങൾ ആ പുരുഷനെ ഗംഭീരമായിട്ട് വെറുക്കും. അതുമല്ല, ഇയാൾ അതിനേക്കാളും മൃഗീയമായിട്ടാണ് ചെയ്യുന്നത്. ഈ പെണ്ണ് പറഞ്ഞു, ഒരു ദിവസം 4 പ്രാവശ്യം 5 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ ചെയ്യും. ഇത് വെച്ചിട്ട് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഒരു പരിധി കഴിഞ്ഞാൽ നമ്മളൊരു 5 മിനിറ്റ് 7 മിനിറ്റ് കഴിഞ്ഞ് ഇത് പരിപാടി കഴിഞ്ഞു. പിന്നെ ഇത് ഈ ഗുളികയുടെ ശക്തി കൊണ്ടും ഈ സ്പ്രേയുടെ ശക്തി കൊണ്ടും വീണ്ടും നിൽക്കലിന് ഒരു 15 മിനിറ്റൊക്കെ നീണ്ടു നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഏറ്റു നടക്കാൻ പറ്റുമോ? ഈ പെണ്ണ് വിചാരിച്ചു മതി, ഇയാളായിട്ടുള്ള ബന്ധം മതി. ഇയാളോട് പറഞ്ഞു, എൻ്റെ ചേട്ടാ, നമ്മളായിട്ട് ഇങ്ങനെ ഒരു ബന്ധം തുടങ്ങി, സത്യമാണ്, എനിക്ക് ആവശ്യമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ എനിക്ക് ആവശ്യമില്ല, നിങ്ങളൊന്ന് പിരിഞ്ഞു പോകും, നിങ്ങളായിട്ട് ഞാൻ ഇനി യാതൊരു ബന്ധത്തിനും വരുന്നില്ല, നിങ്ങൾ എൻ്റെ എത്തിക്കും വരണ്ട, നിങ്ങളായിട്ട് ഒരു സഹായം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പോൾ ഇയാൾ പറഞ്ഞെന്താണെന്നറിയാം, നീ അങ്ങനെ തൊഴും വേണ്ട, ഒന്നും ചെയ്യണ്ട, എനിക്ക് എപ്പോൾ തോന്നുന്നു അപ്പം വന്നു കഴിഞ്ഞാൽ നീ തയ്യാറായിട്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ നിൽക്കുമ്പോൾ കുറേ ഫോട്ടോസ് എടുത്ത് നിനക്കറിയാമല്ലോ. അപ്പോൾ അവളുടെ അടുത്ത് ഇതിന് മുമ്പ് വരുമ്പോൾ കുറേ ഫോട്ടോസുകൾ കാണാനെന്ന് പറഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അവൾ വിചാരിച്ച് ഫോട്ടോ എടുത്ത് പോട്ടെ, ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഇയാളത് ഭീഷണി സ്വരത്തിലാണ് പറഞ്ഞത്. ആ ഫോട്ടോസുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, നിങ്ങളുടെ മകന് കൊടുക്കും, ഈ തെരുവിലുള്ള എല്ലാവർക്കും ഞാൻ കൊടുക്കും, അതുപോലെ ഞാൻ ഇൻ്റർനെറ്റിലിടും, നിനക്ക് പിന്നെ തല പൊന്തിച്ച് നടക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിളിക്കുമ്പോൾ നീ വന്നിരിക്കണം എന്ന് പറഞ്ഞ് ഭീഷണിയായി. സ്ത്രീക്കൊന്നും ചെയ്യാൻ പറ്റാണ്ടായി. സ്ത്രീകളെന്ന് പറഞ്ഞാൽ അപലകളാണല്ലോ. ഒരു ആവശ്യത്തിന് കയറ്റേ ചാടി പിന്നെ 10 അരിച്ചെടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് കയറാൻ പറ്റില്ല. ആണുങ്ങളായിട്ടുണ്ടെങ്കിൽ ഈ കുക്കർ ബുദ്ധികളുണ്ട്. അവരാ ബുദ്ധി ഈ പെണ്ണുങ്ങളത് പെട്ടെന്ന് മനസ്സിലാവില്ല, അവസാനം മനസ്സിലാവുള്ളൂ. എന്തൊക്കെ ഉണ്ടെങ്കിലും സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പാവങ്ങളാണ്. ഈ പുരുഷന്മാരുടെ ബുദ്ധിമുട്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഒരു സ്ത്രീ, ആ സ്ത്രീക്ക് നമ്മളൊന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ 5 മിനിറ്റ് നേരത്തെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ 5 മിനിറ്റ് ഭർത്താക്കന്മാരായാലും ഭർത്താവുള്ള സ്ത്രീയായാലും ഭർത്താവില്ലാത്ത സ്ത്രീകളായാലും ചെറുപ്പ സ്ത്രീകളായാലും നിങ്ങൾ 5 മിനിറ്റ് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് അതിൻ്റെ ഉള്ളിലത്തെ ബീജം പോയി കഴിഞ്ഞാൽ പിന്നെ ചോക്കേണ്ടത് മുഴുവൻ പെണ്ണുങ്ങളല്ലേ. അവരതിൻ്റെ ഉള്ളിൽ ക്രാവായി 10 മാസം ചുമന്നു, 10 മാസം കഴിഞ്ഞ് പെറ്റു. എല്ലാ കഷ്ടപ്പാടും സ്ത്രീകൾക്ക്. ഞാൻ പറയാൻ വെച്ചാൽ സ്ത്രീകളായിട്ട് ജനിക്കാണ്ടിരിക്കുക, പുരുഷനായി ജനിച്ചാൽ എനിക്ക് സന്തോഷം, സ്ത്രീകളായി ജനിച്ചു കഴിഞ്ഞാൽ പോയി. അപ്പോൾ നമുക്ക് ഈ പെൺകുട്ടിയുടെ കഥയിലേക്ക് വരാം. പെൺകുട്ടിക്ക് വളരെ സങ്കടമായി. പിന്നെ ഒരു യന്ത്രം കണക്കെ കിടന്നു കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ഇതുപോലെ തന്നെ ഒരു ദിവസം ഒരു സംഭവം ഉണ്ടായി. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിഷ്ണു സ്കൂളിൽ പോയ നേരത്ത്, ഇവിടെ ആരുമില്ലാത്ത നേരത്തിന് അയാൾ കയറി വരിക. അയാൾ കയറി വന്നു. അയാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൃഗീയമായിട്ടാണ് ചെയ്യുന്നത്. 2 കൈ 2 സൈഡിൽ കണ്ട് കെട്ടിടുക, 2 കാല് 2 സൈഡിൽ കെട്ടിടുക. എന്നിട്ട് പിന്നെ
പുറത്ത് ഇവിടെ ഓളിടാനും കരയാണ്ടിരിക്കാനായിട്ട് വായിൽ തുണിയും കുത്തി തീരും. എന്നിട്ടാണ് ഇയാൾ ഈ സ്പ്രേ അടിച്ചിട്ട് ഈ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കൂളിൽ മഴക്കാരും നല്ല മഴയൊക്കെ ഉള്ള കാരണം സ്കൂൾ ഉച്ചയ്ക്ക് വിട്ടപ്പോൾ വിഷ്ണു എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ വീട്ടിലേക്ക് വന്നു. വീട്ടിൽ വന്നപ്പോൾ ഫ്രണ്ട് വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ കടന്ന് ബാഗ് അവിടെ സോഫയിൽ വെച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അകത്തുനിന്ന് ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ ആ വാതിൽ തുറന്നെടുക്കുന്നുണ്ട്. അപ്പോൾ ആ വാതിൽ തുറന്നു നോക്കിയപ്പോൾ എൻ്റെ അമ്മേനെ ഇയാൾ ഇത്രയും മൃഗീയമായിട്ട് പരിപാടി ചെയ്യുന്നതാണ് കാണുന്നത്. ഇത് കണ്ടോടുകൂടി ഇവൻ്റെ എല്ലാ വിഷമം സങ്കടം എല്ലാം കൂടി അമ്മ അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് വേഗം ബാഗ് എടുത്തിടുമ്പോൾ പുറത്ത് പോയി. അങ്ങനെ 4 മണി വരെ അവിടെ ഇവിടെയൊക്കെ ചിറ്റി കളിച്ച് കിടന്ന് ഒരു 4 മണിയായപ്പോൾ സ്കൂളിൽ നിന്ന് വിട്ട് വരുന്ന പോലെ ഇങ്ങോട്ട് വന്നപ്പോൾ അയാൾ പോയിണ്ടായിരുന്നു പരിപാടി. അപ്പോൾ അമ്മ ഇരുന്ന് കരയുന്നത്. എന്താ കരയണം അമ്മ? ഒന്നുമില്ല. അമ്മയോട് ഞാനൊരു കാര്യം പറയട്ടെ, അമ്മ എന്തേ കാണിച്ചത്? അമ്മ എന്തിനാ രാഘവണ്ണ കേട്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്? അമ്മ ഞാനത് വന്ന് കണ്ടു, അതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അമ്മ സത്യം പറയണം. മോനെ, എനിക്ക് ആദ്യമായിട്ട് ഞാൻ രാഘവണ്ണായിട്ട് ബന്ധപ്പെടുന്നത് എൻ്റെ ഇഷ്ടം കൊണ്ടാണ്. എനിക്കിപ്പോൾ അച്ഛനില്ല, അപ്പോൾ അതിൻ്റെ കുറച്ച് സഹായങ്ങളും കാര്യങ്ങളൊക്കെ ആൾ കിട്ടി. അതുപോലെ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ആദ്യം ചെയ്തത്. പക്ഷേ ഇപ്പോൾ അയാൾ ഈ ബന്ധത്തിൽ നിന്നൊന്നും അയാൾ ഒഴിഞ്ഞു പോകാൻ ഞാൻ കാല് പിടിച്ച് പറഞ്ഞു. അയാൾ എന്നെ മൃഗീയമായിട്ടാണ് ബന്ധപ്പെടുന്നത്. നീ കണ്ടതാണല്ലോ. അത്രയും വിഷമിച്ചാണ് ഞാൻ ബന്ധപ്പെടുന്നത്. ഞാൻ ഒരു ജീവച്ഛവമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഇയാളുടെ ശല്യം ഒന്ന് ഒഴിവ് കൈ കിട്ടാൻ വേണ്ടി ഞാൻ എത്ര കാല് പിടിച്ചു, നടന്നില്ല. ഇനി എൻ്റെ മുമ്പിൽ ആത്മഹത്യ മാത്രമുള്ളൂ പോൻ വഴി എന്ന്. അപ്പോൾ അവന് മനസ്സിലായി. അമ്മയ്ക്ക് കാമം കയറി ആദ്യം കൊടുത്തു, പക്ഷേ ഇപ്പം അമ്മയ്ക്ക് ഈ ബന്ധം വേണ്ട, ഇപ്പം നിർബന്ധിച്ച് ചെയ്യുക എന്നുള്ളത് അവന് മനസ്സിലായി. അവൻ എന്തുണ്ടായെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൻ്റെ മുമ്പിൽ ഒരൊറ്റ ഉദ്ദേശമുള്ളൂ, ഇയാളെ കൊല്ലുക. ഇയാളെ കൊന്നാൽ തന്നെയാണ് അമ്മയ്ക്ക് അവന് രക്ഷയുള്ളൂ. അതിന് വേണ്ടിയിട്ട് അവൻ വലിയൊരു കത്തിയും വാങ്ങിച്ച് അതിനുള്ള സമയം സാഹചര്യം നോക്കി നടന്നു. അങ്ങനെയാണ് ഈ രാത്രിയിൽ ഒരു ഈ രാഘവൻ്റെ റൂമിലേക്ക് ചെന്ന വഴിക്ക് ബെല്ലടിച്ചപ്പോൾ രാഘവട്ടൻ കാത് തുറന്നു. അപ്പോൾ നോക്കുമ്പോൾ രാഘവണ്ണ അറിയണ പയ്യനാണല്ലോ. അപ്പോൾ രാഘവട്ടൻ ചോദിച്ചു, അമ്മ വല്ലതും പറഞ്ഞിട്ടുണ്ടോ, പറയാനായിട്ട് വന്നതാണോ എന്നൊക്കെ ചോദിച്ചു. എന്നിട്ട് അയാളങ്ങനെ പിന്തിരിഞ്ഞ് നടക്കുന്നതോട് കൂടിയിട്ട് കത്തിയെടുത്തിട്ട് ഇവൻ വിഷ്ണു കഴുത്തിലേക്ക് നോക്കിയിട്ട് ഒറ്റപ്പെട്ട, ശരിക്കും പറഞ്ഞാൽ ഒറ്റപ്പെട്ടിന് തന്നെ അയാൾ വീണു, ഞരമ്പ് മുറിഞ്ഞു, ചോര ചീറ്റി അയാൾ അപ്പം തന്നെ മറിഞ്ഞു വീണു തന്നെയല്ല. പിന്നെ ഇവന് ദേഷ്യം സഹിക്കാൻ പറ്റാണ്ട് കൊല്ലെന്നെ വേണം, അവന് മരിച്ചില്ല എന്നുള്ളത് ആ നേരത്ത് നോക്കാൻ പറ്റില്ലല്ലോ. പിന്നെ ഒരു 10-30 കുത്തും കൂടി അവിടെ ഇന്ന് കുത്തി. എന്നിട്ടാണ് അവൻ ചെയ്യാനെടുത്തതും മൊബൈലെടുത്തതും മറ്റുള്ള കാര്യങ്ങളെല്ലാം എടുത്തു. മൊബൈലിൽ നിന്ന് അവൻ്റെ അമ്മയായിട്ടുള്ള സീനൊക്കെ ഡിലീറ്റ് ചെയ്ത് കളയണം, അതിനതും എടുത്തു. എല്ലാം എടുത്തിട്ട് ഇതൊരു കളവാണ്, കള്ളന്മാർ വന്ന് കട്ടിട്ട് ഇയാൾ എതിർത്തപ്പോൾ ഇയാളെ കൊന്നതാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഫ്രണ്ട് കതവ് പൂട്ടിയിട്ട് ബാക്കിലെ ഷീറ്റ് പൊളിച്ചിട്ട് അവൻ പുറത്ത് കടന്നിട്ട് സ്റ്റെയർ കേസ് വഴി ഇറങ്ങിപ്പോയത്. അപ്പോൾ ഈ CCTV ഉണ്ട് പിടിക്കപ്പെടുന്നുള്ള അത്രയും ചിന്തിച്ചില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോഴാണ് പോലീസുകാരും ജനങ്ങളും സത്യം അറിയണത്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അവൻ 17 വയസ്സായ കാരണം അവന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അവനിപ്പോൾ കുട്ടികളുടെ ജയിലിലാണ്. ആ കുട്ടികളുടെ ജയിലിൽ അവൻ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്ക്. അമ്മയ്ക്ക് കാമം കയറി ഒരാൾ കയറി പിടിച്ചു, അവസാനം ആ കാമം കയറി പിടിച്ച അയാൾ തന്നെ രാക്ഷസനായിട്ട് മാറി. ലാസ്റ്റ് മകന് ആ രാക്ഷസനെ കൊല്ലേണ്ട വന്നു. അപ്പോൾ ഈ കഥ എവിടെ എത്തി? അപ്പോൾ ഈ അമ്മയ്ക്കുള്ള വിഷമം എന്താണ്? അമ്മ കാരണം, അമ്മയുടെ പ്രവൃത്തി കാരണം മകൻ ജയിലിലായി, ഒരു ക്രിമിനലായി, ഒരു കൊലപാതകയായി മാറി. ആ മകൻ്റെ ഭാവിന് നശിച്ചു പോയത്. അപ്പം നമ്മൾ പറയണത്രേ ഉള്ളൂ, എവിടെ ഒരു അവിഹിതം നടന്നോ ഇന്നല്ലെങ്കിൽ നാളെ അവിഹിതം പുറത്തറിയും, അല്ലെങ്കിൽ അവിടെ ഒരു ക്രൈം നടന്നിരിക്കും. അത് സൂക്ഷിക്കേണ്ടതും അത് സൂക്ഷിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടതും സ്ത്രീകളും പുരുഷന്മാരാണ്. താൻ ഉണ്ട് തൻ്റെ വീട്ടിൽ കിടന്നാൽ അടുത്ത വീട്ടിൽ കള്ളല്ല എന്നാണ് പറയാം. അപ്പോൾ ഈ സംഭവത്തിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറയാം. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.